ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളിന്ന് ഒരു കല്യാണത്തിന് പോവാണ്. എവിടെ വെച്ചെങ്കിൽ നമ്മുടെ കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരമറ്റല്ല, കാഞ്ഞിരപ്പള്ളി. കറിയാച്ചന്റെ വീട് തൊട്ടപ്പുറത്ത് വീടിന്റെ അപ്പുറത്തൊരു അമ്മുവിന്റെ കല്യാണം. അപ്പൊ ഗായ്സ്, നമ്മളിപ്പോ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. ഓൺ ദ വേ ആണ്. ഏകദേശം നമ്മള് തലയോലപ്പുറത്തെത്താറായി. 11:30 ആകുമ്പോ എത്തും. 11:15. അപ്പൊ നമ്മള് ഓൺ ദ വേ ആണ്. അല്ലേ പോ ഫുള്ള് ഉറക്കിലുള്ളത്. എങ്ങോട്ടേക്ക് പോയി? റൈറ്റ് ശബരിമല. തലയോലപ്പറമ്പ്. ഗായ്സ്, അങ്ങനെ നമ്മള് കുറവിലും കടക്ക് കഴിഞ്ഞിരിക്കുന്നു. പാലാറോട്ട് പിടിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പൊ നമ്മള് ഏകദേശം 1 മണിക്കൂറിന്റെ യാത്ര ഉണ്ടല്ലോ. അരമണിക്കൂർ, 1/2 മണിക്കൂർ, 3/4 മണിക്കൂർ, 1 മണിക്കൂറിന്റെ ഉള്ളില് എത്തുന്നു വിചാരിക്കും, പ്രതീക്ഷിക്കുന്നു ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഈ മംഗലം വളവും തിരിവില്ലെങ്കിൽ എത്തും. അതെ. അപ്പൊ ഈ മംഗലം, ഇന്നത്തെ ഈ മംഗലം കൂടാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരാളുണ്ട്. ബാക്കി നമ്മളെ ബ്രദറും പിന്നെ ബ്രദറിന്റെ വൈഫും, അവർക്ക് കല്യാണം മിസ്സാണ്, ഭയങ്കര മിസ്സാണ്. അപ്പൊ അവർക്കൊരു ഓർമ്മക്കും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യാൻ മെയിൻ കാരണം തന്നെ നമ്മളെ ജപ്പാനിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേഷൻ ആണ് അല്ലെ. അതെ. ഈ വീഡിയോ ഇല്ലെങ്കിൽ അവര് ആ ഒരു കല്യാണത്തിന്റെ ഒരു ചെറുതായിട്ട് ഫുള്ളായിട്ട് കിട്ടിയില്ലെങ്കിൽ ചെറിയൊരു കല്യാണം കൂടി ഒരു ഫീല് കിട്ടാൻ വേണ്ടി മാത്രമാണ് പരമാവധി നമ്മൾ ശ്രമിക്കും. അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കല്യാണമായിരുന്നു. വരാൻ പറ്റിയില്ല, നിർഭാഗ്യവശാൽ. ഇൻഷാ അല്ലാഹ് നമ്മള് ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നമ്മള് ഡ്രൈവർ ബാബു ഫ്രം കാസർഗോഡ്. I am from Uganda. ബാക്കി ബാക്കിലാണ് ഓഫ് ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ മംഗലപ്പാട്ടോട് തുടങ്ങാം. മോളല്ലേ ലൈല, നീ എന്റെ കൽബല്ലേ, കൈയ്യൊട്ടി മജനൂവായി ഞാനിന്ന് ദുനിയാവാകെ പിടഞ്ഞില്ലേ. ദറജപ്പൂ മോളല്ലേ ലൈല, നീ എന്റെ കൽബല്ലേ, മജനൂവായി ഞാനിന്നും ദുനിയാവാകെ പിടഞ്ഞില്ലേ. എല്ലാം ഓഫ് ചെയ്താ. അങ്ങനെ നമ്മള് എടുത്തി നമ്മളുടെ പാല ടൗണിലേക്ക് മാണീസി കപ്പന്റെ പാലിലേക്ക്. ഇനി കുറച്ച് ദൂരേ ഉള്ളൂ അല്ലേ, മാക്സിമം അരമണിക്കൂർ ഗായ്സ്. അങ്ങനെ നമ്മള് ഏകദേശം പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി കട്ടില്ല. ഇതെല്ലാം നമ്മൾ ഒറിജിനൽ റിയാലിറ്റി ആണ്. എഡിറ്റ് ഒന്നുമില്ല, എഡിറ്റ് വേർഷൻ അല്ല, നമ്മളെല്ലാം നാച്ചുറൽ ആണ്. നമ്മള് ഈ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പറ്റി ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നില്ല. അപ്പൊ നമ്മള് കാഞ്ഞിരപ്പള്ളിക്ക് ഏകദേശം 10 മിനിറ്റ് കൂടി ഉണ്ട്. 15 മിനിറ്റിനുള്ളിൽ നമ്മൾ കാഞ്ഞിരപ്പള്ളി ടൗണിലേക്ക് എത്തുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത പദ്ധതി നമ്മൾ പ്ലാൻ ചെയ്യും. നല്ല മലാങ്ങളും മരങ്ങളും മലനിരകളും മാമലം ഇവിടെ ഓണത്തിന്റെ ഓഫർ ഉണ്ട്. ഓക്സിജൻ ഫ്രീ ആയിട്ട്, ഓക്സിജൻ പ്രൊമോഷൻ ഓണത്തിന്റെ ഓഫർ. സ്മാർട്ട് പ്ലാന്റ് അത് തിരിച്ചെത്തും അങ്ങനെയാണ്. നോക്ക്, റബ്ബറാണ് ഗൈസ്, ഫുള്ള് റബ്ബർ തോട്ടത്തിലുള്ള കളിയാണ് ഗൈസ്. നമ്മളിപ്പം യാഥാർത്ഥ്യ ബോധത്തിലേക്ക് എത്തിയില്ല. ഇപ്പം വണ്ടർലയും ബിരിയാണിയൊക്കെയാണ് ഗൈസ്. ബോർഡ് കാണിക്കുന്നുണ്ട് കാഞ്ഞിരപ്പള്ളി എരുമേലി പമ്പ റൂട്ടിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എരുമേലി വഴി ഞങ്ങളൊരു കുറുക്കു വഴി കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടക്ക് വഴി തെറ്റില്ല നമ്മള്. പാല ഈരാറ്റുപേട്ട ഇങ്ങനെ ക്ലിയർ ആയി. നമ്മളെ പ്രിയപ്പെട്ട ഗൂഗിൾ മാപ്പ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. മാപ്പ് വഴി ഷോർട്ട് കട്ട് കുറുക്കു വഴി കൂടി പോയിക്കൊണ്ടിരിക്കും. കുറുക്കു വഴി നോക്കുമ്പോൾ അവസാനം വീട്ടിന്റെ ബാക്കിലല്ലേ ആണ് പോയത്. നല്ലൊരു അടിപൊളി വളവും തിരിവും കൂടുതലാണ്. അതെ.
ഗൈസ് അങ്ങനെ നമ്മള് കാഞ്ഞിരപ്പള്ളി എത്തിരിക്കുകയാണ് ഗൈസ്. കാഞ്ഞിരപ്പള്ളി ടൗൺ എത്തിരിക്കുകയാണ് ഗൈസ്. സമയം ഏകദേശം 11:15 ആയിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതിന് 5 മിനിറ്റ് മുമ്പ് എത്തിയിരിക്കുകയാണ്. കുറെ വഴി തെറ്റിയെങ്കിലും അവസാനം നമ്മൾ ആ കറക്റ്റ് കുറച്ച് തെറ്റിയെങ്കിലും കാഞ്ഞിരപ്പള്ളി കറിയാച്ചന്റെ വീടിന്റെ അവിടെ ഇതാണ് കറിയാച്ചൻ. കറിയാച്ചന്റെ വീടിന് വട്ടം വെക്കാണ്. ഇതാണ് വട്ടം വെച്ചുള്ള കളിയാണ് ഗൈസ് കാഞ്ഞിരപ്പറ്റത്ത്. 1 മിനിറ്റ് വട്ടം വെച്ചിട്ട്. ഓക്കെ ഗൈസ്, 1 മിനിറ്റ് കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മളതാ കാഞ്ഞിരപ്പള്ളി ബസ് കണ്ട് ഏടെ ടൗൺ ഉണ്ടോ കാണിച്ചു നോക്കോ. കാഞ്ഞിരപ്പറ്റും കാഞ്ഞിരമറ്റല്ല കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി ഗൈസ്. പിന്നെ തെറ്റാണ് ഗൈസ്. ഒരു ആംബുലൻസ് ഗൈസ്, ഒരു ബൈക്ക് ഗൈസ്. മനസ്സിലായി. ഞാനിത് വണ്ടികളുണ്ട് ഇതിലെടുത്ത്. ഓക്സിജൻ വീണ്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യാണ്. കാഞ്ഞിരപ്പള്ളി ഓക്സിജനിലേക്ക് വരും ഗൈസ്. ഓണത്തിന്റെ 30 കോടിയുടെ ഓഫർ ഗൈസ്. ഓക്സിജൻ എല്ലാവരും വരും. അതിനെ പ്രൊമോട്ട് ചെയ്യലാം. കിട്ടി നിൽക്കണ്ടല്ലേ. സ്മാർട്ട് പ്ലാനറ്റ് പ്രൊമോട്ട് ചെയ്യും ഗൈസ്. അപ്പൊ എല്ലാരും സ്മാർട്ട് പ്ലാനറ്റ് അല്ല, അതിനേക്കാൾ നല്ല സ്മാർട്ട് പ്ലാനറ്റിന്റെ ലോഗോ കൊടുക്കാൻ. ആദ്യം സ്മാർട്ട് പ്ലാനറ്റിൽ ചോദിച്ചു ലൊക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മളിവിടെ എത്തി ഗൈസ്. ഞാനങ്ങനെ പറഞ്ഞു നേരെ ചോദിക്കും ഗൈസ്. നമ്മള് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഉണ്ടാവും ചിലപ്പോ. നമ്മളതാ ഒരാള് തെറ്റിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ എത്തിയ ലൊക്കേഷൻ ഒക്കെയാണ് ഗൈസ്. കറക്റ്റ് ആണ് ഗൈസ്. നമ്മള് എത്തിയ അവസാനം പുതിയ ഇത് ഹോൾ തന്നെയല്ലേ? ഇത് ഹോട്ടൽ റൂം. ഓക്കെ ഗൈസ്. നമ്മൾ നമ്മളിതാ എത്തിയിരിക്കുന്നു ഗൈസ്. അങ്ങനെതാ നമ്മള് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. അതന്നെ ലൊക്കേഷൻ സ്ഥലത്ത് എത്തി. എന്താണ് ബാബട്ടെ ഗൈസ്. പറയൂ 2 വാക്ക്. നമ്മൾക്ക് റൂം റെഡി ആക്കിയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആയിട്ട് വരാനുള്ള ഗൈസ്. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഈസ് അറൈവ്ഡ്. എലഗൻസ്. എന്ത് പറയും നസീർ ഭായ്? ബായ് നസീർ. നമ്മൾ കോട്ടയം പൊൻകുന്നം റൂട്ടിലല്ല. കോട്ടയം നമ്മളതാ മിനി ബ്ലോഗർ ഒരാക്കിടാ കണ്ടിട്ടവനാ ഇവിടെ കണ്ടിട്ടുണ്ടോ? നമ്മള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടൽ എലഗൻസ് ഇതാണ് ഗൈസ്. ഗൈസ് ഫുൾ സെറ്റല്ല നല്ല ഉറക്കിലുള്ള ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ എല്ലാവരും ഡ്രസ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇതാ നമ്മുടെ ആളെത്തിരിക്കുകയാണ് ഗൈസ്. നമ്മുടെതാ ഐസു ആയാക്ക് വ്ലോഗ് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഒന്ന് പോയിക്കോ. ഉറങ്ങിയിട്ടില്ലേ? ഉറങ്ങാൻ പാടില്ല. അങ്ങനെ അതാണ് അതിന്റെ പ്രത്യേകത. ഉറങ്ങിയാ പോയി. ഉറങ്ങിയ അടി. ചോദിച്ച ഒരു ഹായ് ആക്ക്. ഹായ്. ഓക്കെ യെസ് യെസ് ഗൈസ്. എല്ലാരും ഉണ്ടല്ലോ ഇവിടെ ഗൈസ്. അങ്ങനെ നമ്മളെത്തിരിക്കുകയാണ് ഗൈസ്. ഇത് മാത്രം നിങ്ങളാള്
കളിക്കാൻ പോയിട്ട് ഫസ്റ്റ് കയറി ഞാൻ ബാക്ക് കയറി കുടിച്ച് എല്ലാം കുടിച്ച് ഇവിടുത്തെ ഫോട്ടോഷൂട്ട് അടിപൊളി വ്യൂ, നല്ല വ്യൂ ആണ് ഗൈസ്. ഇതാ അങ്ങനെ നമ്മളിതാ നമ്മുടെ റൂം. അടിപൊളി ബാൽക്കണി.